നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? ഹരിപ്രസാദ് എന്നാണ്. ചേട്ടാ ഇപ്പോ ഈ ചേർപ്പ് പഞ്ചായത്തിൽ ബി.ജെ.പി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനം രാജ്യത്ത് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പഞ്ചായത്തിലായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നിങ്ങൾ ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ വിഷയം എന്താണെന്ന് അവതരിപ്പിക്കാൻ സാധിക്കും? എനിക്ക് തോന്നുന്നത് കേരളത്തിലല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പഞ്ചായത്തിലെ എല്ലാ സ്ഥാനാർത്ഥികളും ഡിജിറ്റൽ പ്രചരണവുമായിട്ട് മുന്നിലോട്ട് പോകുന്നത് ആദ്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഞങ്ങളുടെ കയ്യിൽ നോട്ടീസ് ഇല്ല, ഞങ്ങളുടെ കയ്യിൽ പ്ലക്കാർഡ് ഇല്ല, ഞങ്ങളുടെ അടുത്ത് വേറെ ഒരു തരത്തിലുള്ള അഭ്യർത്ഥനയോ അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് QR നമ്മൾ വീടുകളിലേക്ക് കയറുന്നത്. വോട്ടർമാരെ ഈ QR കാണിക്കുന്നു, അത് സ്കാൻ ചെയ്യിപ്പിക്കുന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ചേർപ്പിൽ BJP അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ പോകുന്ന എല്ലാ പദ്ധതികളുടെയും ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. സ്ഥാനാർത്ഥികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ വോട്ടർക്ക് ഞങ്ങളുമായിട്ട് സംവദിക്കണം എന്നുണ്ടെങ്കിൽ, കംപ്ലൈന്റോ സജഷനോ ഒക്കെ നൽകണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷനും ഈ QR അവൈലബിൾ ആണ്. ഈ അമേരിക്കയിൽ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് അവരുടെ ഒരു പ്രചരണ രീതി ഇതിന് സമാനമായിട്ടുള്ള കാര്യമായിരുന്നു. ട്രംപ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റലി അവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോപ്പിയടിയല്ല, പക്ഷെ നമ്മളൊരു ട്രാൻസ്ഫോർമേഷന്റെ സ്റ്റെപ്പാണ് വെക്കുന്നത്. നമ്മളുടെ കൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ്, AI യുഗത്തിലാണെന്നൊക്കെ പറയുന്നു എന്നല്ലാതെ പിന്നെയും വാൾ പോസ്റ്ററും ഫ്ലക്സും ആയിട്ട് പോകുന്ന ഒരു ട്രഡീഷനാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതിൽ നിന്നൊരു മാറ്റം, ആ മാറ്റം ഞങ്ങൾ ചേർപ്പിൽ നിന്ന് ആരംഭിക്കുകയാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. കാണിക്കാൻ സാധിക്കുമെന്ന്? കാണിക്കാലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ എടുക്കുക. ആ ഫോൺ എടുത്തതിന് ശേഷം ഇവിടെ നിൽക്കുന്ന ഏത് QR-ഉം QR-ലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ സൈറ്റിന്റെ ലിങ്ക് വരും. ആ സൈറ്റിന്റെ ലിങ്ക് വന്നു കഴിഞ്ഞാൽ വരദ എന്നുള്ളത് ഞങ്ങളുടെ പ്രൊജക്ടിന്റെ പേരാണ്. ഇവിടെ നടപ്പാക്കാൻ പോകുന്ന എല്ലാ പദ്ധതികളുടെയും ആകെത്തുകയാണ് വരദ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ, അതിന്റെ ഓരോ ഡീറ്റെയിൽസും നമുക്കറിയാം. വരദയെ അടുത്തറിയാമെന്ന് തുടങ്ങി പ്രളയക്കെടുതിക്ക് പരിഹാരം, ലഹരി വിമുക്ത ചേർപ്പ്, അതുപോലെ തന്നെ ഗഡി ക്ലബ്ബ്, വില്ലേജ് ടൂറിസം കേന്ദ്രം, ഭവന നിർമ്മാണ പൂർത്തീകരണം തുടങ്ങി ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്ന എല്ലാ പദ്ധതികളുടെയും ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ക്രിമിറ്റോറിയം ഉണ്ട്. അതിനുശേഷം താഴെ പോയി കഴിഞ്ഞാൽ ലോചന നമ്പാട്ട് നമ്മുടെ ജില്ലാ സ്ഥാനാർത്ഥിയാണ്. പറപ്പൂക്കര ഡിവിഷനിൽ മത്സരിക്കുന്ന വിനിച്ചേച്ചി, ലക്ഷ്മി സ്വാമി ഊരകം ബ്ലോക്കിൽ മത്സരിക്കുന്നു. അങ്ങനെ ബ്ലോക്ക്, ജില്ല, അതിനുശേഷം പഞ്ചായത്ത് തലത്തിൽ മത്സരിക്കുന്ന 7-ാം വാർഡിലെ ജിജുവേട്ടൻ, 8-ലെ ബിന്ദു ചേച്ചി, വിജയേട്ടൻ, അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഡീറ്റെയിൽസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മളുടെ പോസ്റ്റേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഏറ്റവും അവസാനം നിങ്ങൾക്ക് നമ്മൾക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷനും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചേട്ടാ ഇപ്പോ ഈ ചേർപ്പ് പഞ്ചായത്തിന്റെ നിലവിലൊരു സ്ഥിതി എങ്ങനെയാണ്? BJP-യുടെ സാധ്യതകൾ എങ്ങനെയാണ്? ചേർപ്പ് പഞ്ചായത്ത് BJP ഭരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം എന്താ അങ്ങനെ പറയാനുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ഒരു കാരണം? നിലവിൽ 5 സീറ്റ് ഉണ്ട്. 6 സീറ്റിൽ 2ാം സ്ഥാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. സുരേഷ് ഗോപി 10,800-ലധികം വോട്ട് നേടിയ ഏറ്റവും വലിയ പഞ്ചായത്താണ്. സുരേഷ് ഗോപിക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടിയ പഞ്ചായത്തിൽ 1-ാം നമ്പർ പഞ്ചായത്ത് ചേർപ്പാണ്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ട് കോൺഗ്രസിന്റെ തൊഴുത്തിക്കുത്തും വികസനമില്ലായ്മയുമാണ്. 5 വർഷത്തിന്റെ ഇടയിൽ ഒരു വികസന പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ അതുപോലും സാധിക്കാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സിലെ വലിയ ഒട്ടനവധി ആൾക്കാർ, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആൾ പോലും ഇപ്പോൾ ഈ ആശയങ്ങളുടെ പിന്തുണയോടിയിട്ട് BJP-യിൽ ചേർന്നത് നമ്മൾ കണ്ടു. അതുപോലെ മുൻ മെമ്പർമാര്, ബ്ലോക്ക് മെമ്പർമാരൊക്കെ തന്നെ അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് സ്വന്തം നിലയിൽ മത്സരിക്കുകയാണ്. അപ്പോൾ ചേർപ്പിൽ ഇനിയൊരു മാറ്റം കൊണ്ടുവരാൻ അത് BJP-ക്ക് സാധിക്കൂ എന്നുള്ളത് ഇവിടുത്തെ ജനത്തിന് കൃത്യമായിട്ട് അറിയാം. അത് 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ പ്രാവർത്തികമാവുകയും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ചേർപ്പിൽ NDA-യുടെ നേതൃത്വത്തിലുള്ള ഭരണം വരികയും ചെയ്യും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് 22ഓളം സീറ്റുകളുള്ള ഈ ചേർപ്പ് പഞ്ചായത്തിൽ 7ഓളം സീറ്റുകൾ ന്യൂനപക്ഷങ്ങൾക്ക് വളരെയധികം സ്വാധീനമുള്ളതാണ്. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടർമാർക്ക് സ്വാധീനമുണ്ട്. അപ്പോൾ ഇവിടെ ഈ വാർഡുകളെല്ലാം BJP സ്വാഭാവികമായിട്ട് ഒരു നേട്ടമുണ്ടാക്കുമെന്ന് പറയാനായിട്ട് സാധിക്കും. ക്രിസ്ത്യൻ മേഖലയിലും മുസ്ലിം മേഖലയിലും BJP-ക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണയാണ്. കാരണം കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ ഇലക്ഷനിൽ ചൊവ്വൂര് മേഖലയില്, അതുപോലെ തന്നെ പടിഞ്ഞാട്ടുമുറിയില് മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ പോലും സുരേഷ് ഗോപി 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, ലീഡ് ചെയ്തിട്ടുണ്ട് ബൂത്തുകളിൽ. അതൊക്കെ താമര ചിഹ്നത്തിൽ വീണ വോട്ടാണ്. സുരേഷ് ഗോപി മറ്റേ അമ്പും വില്ലിലോ ടോർച്ചിലോ ടെലിവിഷനിലോ മത്സരിച്ച ആളല്ല, താമര ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ്. അപ്പൊ ആളുകൾക്ക്, പഴയ കാലത്തെ ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങളൊക്കെ BJP-ക്ക് വിരുദ്ധമാണ് എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഇപ്പോൾ കൃത്യമായിട്ട് ആളുകൾക്ക് വിവരങ്ങൾ അറിയാം.
വികസനം BJPക്ക് മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ള പൂർണ്ണ ധാരണയുണ്ട്. നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന, ദേശീയതയോടൊപ്പം നിൽക്കുന്ന, ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ വലിയൊരു ശതമാനം വോട്ടർമാർ ഇന്ന് BJPക്ക് ഒപ്പമാണ്. അപ്പോ ചൊവ്വൂരും പടിഞ്ഞാട്ടുമുറിയിലും അടക്കം ഇത്തവണ താമര വിരിയും. ഇപ്പോൾ ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് BJPയേക്കാൾ അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെക്കാൾ കൂടുതൽ അവർ ഗ്രാമമേഖലയിൽ വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കി പല ഘട്ടങ്ങളിലായിട്ട് പഞ്ചായത്തുകൾ നിരവധി ഭരിക്കുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരെ സംബന്ധിച്ച് BJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ നേരിടാൻ എന്തായിരിക്കും അവർ മുന്നോട്ട് വെക്കുന്ന സംവിധാനം? ഈ CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നിങ്ങൾ ഒന്ന് വിലയിരുത്തിയാൽ, തൃശ്ശൂർ കോർപ്പറേഷൻ തൊട്ടിട്ട് ചേർപ്പ് അല്ലെങ്കിൽ ഈ പരിസര പ്രദേശത്ത് നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കിയാൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ടോർച്ചും ടെലിവിഷനും അല്ലെങ്കിൽ മറ്റേ മൊബൈൽ ഫോണൊക്കെ ചിഹ്നമായിട്ട് മത്സരിക്കുന്ന സ്വതന്ത്രന്മാരെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഒരുപക്ഷെ LDFിലെ ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർപ്പിലും പരിസര പ്രദേശത്തും തൃശ്ശൂരും മാറിക്കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. അവർക്ക് പുതുതായിട്ടൊന്നും ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ നമുക്കറിയാലോ, അയ്യപ്പന്റെ സ്വർണം കെട്ട ആൾക്കാർക്ക് ആര് വോട്ട് ചെയ്യുന്ന നിങ്ങൾ പറയണേ? ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് BJP ചേർപ്പിൽ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? ഈ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാറി മാറി ഭരിക്കുന്ന ഒരു സംവിധാനം ഈ ഒരു പഞ്ചായത്തിലുണ്ടെങ്കിൽ BJPക്ക് ഭരണത്തിലേക്ക് എത്താനായിട്ട് BJP ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന, ആകർഷിക്കാൻ സാധിക്കുന്ന വിഷയങ്ങൾ എന്തെല്ലാം? നമ്മൾ പൂർണ്ണമായിട്ടും പോസിറ്റീവായിട്ടുള്ള, പ്രോഗ്രസീവായിട്ടുള്ള ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിനെ ഊന്നിയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അതിനാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് പോലും തയ്യാറാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഏകദേശം 22ഓളം വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകളുണ്ട്. ഈ ചേർപ്പ് എന്ന് പറയുന്ന മേഖലയിലെ 7 വാർഡുകളെ എന്നും ബാധിക്കുന്ന, എല്ലാ വർഷവും ബാധിക്കുന്ന മഴക്കെടുതിയെ പരിഹരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള ഏതാണ്ട് 628 വീടുകൾ ബാക്കിയുണ്ട്, അത് പൂർത്തീകരിക്കുക. അതുപോലെ ചേർപ്പിന്റെ വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള മറ്റേ മാർക്കറ്റ്, കമ്മ്യൂണിറ്റി ഹാള് തുടങ്ങിയിട്ടുള്ളതിന്റെ പൂർത്തീകരണം, ഗഡി ക്ലബ്ബ് തുടങ്ങിയിട്ടുള്ള തെരുവ് നായ ശല്യം, അത് വരുമാനമുള്ള വീട്ടമ്മമാരെ സൃഷ്ടിക്കുക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി പ്രൊജക്റ്റുകൾ, വളരെ കേട്ടുകേൾവിയില്ലാത്ത, ഒരു സ്ഥലത്തും കേട്ടുകേൾവി പോലും ഇല്ലാത്ത അത്രയും പ്രോഗ്രസീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പ്രൊജക്ട്സ് ആണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അത് ഇത്രയും കാലം വികസന മുരടിപ്പ് നേരിട്ട ചേർപ്പിലെ ജനങ്ങൾ അത് തിരിച്ചറിയുകയും BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്യും. BJP ചേർപ്പ് പഞ്ചായത്തിൽ എത്ര സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 14 സീറ്റിലാണ് BJP ഇത്തവണ ലക്ഷ്യം വെക്കുന്നത്. അത് 16ഓളം സീറ്റിലേക്ക് കടുത്ത മത്സരം, 16 സീറ്റിൽ BJPയും ഐദർ LDF UDF ആയിട്ടാണ് മത്സരം നടക്കുന്നത്. അപ്പൊ 16-ൽ തീർച്ചയായിട്ടും 14 സീറ്റ് വിജയിച്ചു കയറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. BJP ജയിക്കാൻ സാധ്യതയുള്ള ഇടതുപക്ഷ സീറ്റുകൾ, അവിടെ കോൺഗ്രസിന്റെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞാൽ BJPയുടെ സ്ഥിതി എന്താവും? അത്തരത്തിലുള്ള ഒരു അവസ്ഥ ചേർപ്പില് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല. ഇന്ത്യ സഖ്യമായിട്ടാണോ അവര് മത്സരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് ചോദിക്കേണ്ടതാണ്. അപ്പൊ അതിലേക്കൊരു കമന്റ് ഞങ്ങൾ പറയാനില്ല. പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും ചേർപ്പ് ഭരിച്ചിരിക്കും.